നമുക്കൊരു കറിവേപ്പില ചമ്മന്തി ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നമുക്ക് ചട്ടി അടുപ്പ് വെച്ച് തീ കത്തിക്കാം. ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. നമുക്കിന്നൊരു കറിവേപ്പില ചമ്മന്തി ഉണ്ടാക്കാം. നമ്മുടെ ഹെൽത്തിനും നമ്മുടെ മുടിക്കും ഒക്കെ നല്ലതാ ഈ ചമ്മന്തി കഴിച്ചാൽ. ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന കറിവേപ്പില ഇട്ട് കൊടുക്കാം. മൂന്നാലഞ്ച് പിടി കറിവേപ്പില ഉണ്ട് കേട്ടോ. അത് നമുക്കൊന്ന് ചെറുതീയിൽ നമുക്കൊന്ന് മുരിച്ചെടുക്കാം. കരിയാതെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. കണ്ടോ, കളറൊക്കെ മാറി വരുന്നുണ്ടോ? ചെറുതീയിൽ കിടന്ന് ഇങ്ങനെ ഇളക്കിയിരിക്കണം. ചെറുതീയിലാകാം, വല്ല കരിഞ്ഞു പോകും. കരിഞ്ഞു പോയാൽ പിന്നെ ആ ഒരു കറിവേപ്പിലയുടെ ആ ഒരു മണം അങ്ങ് മാറും. ഇങ്ങനെ ഇളക്കി കൊടുത്ത് കൈവിടാതെ ഇളക്കി കൊടുക്കുക. എണ്ണയൊന്നും ചേർക്കണ്ട നമുക്ക് കേട്ടോ. എണ്ണയൊക്കെ ചേർത്താൽ കുറച്ച് ദിവസത്തേക്ക് വെക്കാനൊക്കത്തില്ല. ഇങ്ങനെ കൈവിടാതെ ഇളക്കി തിരിച്ചും മറിച്ചൊക്കെ ഇങ്ങനെ ഇളക്കി കൈവിടാതെ ഇളക്കണം. നമ്മൾ കൈ കൊണ്ട് എടുക്കുമ്പോൾ പൊടിയുന്ന രീതി വേണം. അത്രയും പരുവത്തി വേണം നമുക്ക് മാറ്റി വെക്കാൻ. ചിലരൊക്കെ ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചായിരിക്കും വറക്കുന്നത്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കണ്ട. നമുക്കിത് പൊടിച്ച് എടുത്ത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുഴച്ചെടുക്കാം. ഇത് നമ്മുടെ വീട്ടിലെ കറിവേപ്പിലയാണ് കേട്ടോ. നാടൻ കറിവേപ്പിലയാണ്. നാടൻ കറിവേപ്പില ചെയ്യുമ്പോൾ ഒരു പ്രത്യേക മണവും രുചിയും വരും. കുറേയേറെ നേരം കൈവിടാതെ ഇളക്കണം കേട്ടോ. ഇല്ലേ നമുക്കതിൻ്റെ എന്താ കിലുകിലാന്ന് കേൾക്കുന്നുണ്ടോ? ചിലയ്ക്കണം. ഇത് ഈ ചിലയ്ക്കുന്ന സൗണ്ടാണ് ഇതിൻ്റെ പരുവം. നമ്മളവിടെ കയ്യിലെടുക്കുമ്പോൾ പൊടിഞ്ഞ് കിട്ടണം. കണ്ടോ, പൊടിഞ്ഞ്. അതാണ് ഇതിൻ്റെ പരുവം. ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടോ ചിലയ്ക്കുന്ന സൗണ്ട്? കണ്ടോ? ഈ സൗണ്ട് വരെ നമ്മൾ വറക്കണം. തീ ഓഫാക്കാം. ആ ചട്ടി തന്നെ നമുക്ക് അടുപ്പ് വയ്ക്കാം. നമുക്ക് കുറച്ച് ഉഴുന്ന് കഴുകി വെച്ചിരുന്ന ഉഴുന്നായത് നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. 2.5 സ്പൂണുണ്ട് ഈ ഉഴുന്ന്. ഇതൊന്ന് ചൂടായി വരട്ടെ. മൊരിയണം നല്ലതുപോലെ. അതിലേക്ക് നമുക്ക് കുറച്ച് പരിപ്പിട്ട് കൊടുക്കാം. കുറച്ച് തുമരപ്പരിപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ആഡ് ചെയ്ത് ഇതിനകത്ത്
ഇതിലൊന്നും നമ്മൾ എണ്ണ ചേർക്കുന്നില്ല കേട്ടോ. എണ്ണ ചേർത്താൽ വേറെ ഇതാകും. അതുകൊണ്ട് നമ്മൾ എണ്ണ ചേർക്കാതെ വേണം എടുക്കാൻ. എന്നാലും നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും വെച്ചിരുന്ന് കുറേശ്ശെ ഉപയോഗിക്കാം. നമ്മുടെ ആവശ്യത്തിനെടുക്കാം. അടുക്കി പിടിക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. നല്ല രീതിയിൽ ഇളക്കണം. ഇതിലേക്ക് നമുക്കൊരു ഇച്ചിരി അരി, കുത്തരിയാണ് അരി ഇട്ട് കൊടുക്കാം. അന്നേരം ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് പറയണം കേട്ടോ. ഒരു ശകലം ജീരകം, നല്ല ജീരകം കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് ഉണ്ട്, ഒരു 10 കുരുമുളക്. ഇതെല്ലാം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ട മുളക് ചേർക്കാം. നമ്മുടെ സാദാ പിരിയൻ മുളക്. അതുകൂടെ ഒന്ന് ചൂടായി വരട്ടെ. ഇതിലൊന്നും നമ്മൾ എണ്ണ ചേർത്തിട്ടില്ല കേട്ടോ. ഇതിലേക്ക് നമുക്കൊരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി ചേർക്കാം. അതുകൊണ്ട് ഇതിൻ്റെ സൗണ്ട് മാറിയുണ്ടോ? നല്ല രീതിയിൽ ഇങ്ങനെ കിലുകിലിയിലാന്ന്. അപ്പോൾ നമുക്കായിട്ടുണ്ടത്. ഇതിന് നമുക്ക് ഇച്ചിരി ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് പൊടിച്ചുകൊണ്ട് വരാം. അങ്ങനെ നമ്മുടെ കറിവേപ്പില ചമ്മന്തിപ്പൊടി തയ്യാറായിട്ടുണ്ട്. നമുക്ക് എണ്ണയൊന്നും ചേർക്കാതെ എടുത്തേക്കുന്നത്. അതുകൊണ്ട് കുറേശ്ശെ എണ്ണ ചേർത്ത് നമുക്ക് അത്യാവശ്യത്തിന് എടുത്താൽ മതി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൂടെ ഒന്ന് അടിക്കണം. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോയും കൂടെ ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.